ഹസ്രത്ത് തന്റെ ജീവിതം മുഴുവൻ അറിവ്, ദാനധർമ്മം, ദൈവസ്മരണം എന്നിവയിൽ മുഴുകി ചെലവഴിച്ചു. ബഗ്ദാദിൽ ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ ശിഷ്യരായി. വലിയ സുൽത്താൻമാരും നേതാക്കളും അദ്ദേഹത്തിന്റെ മുന്നിൽ വിനയത്തോടെ എത്തി ഉപദേശം തേടിയിരുന്നു. ആദ്യകാലം മുതൽ അവസാനം വരെ ഒരിക്കലും ലോകസമ്പാദ്യത്തോട് അടുപ്പമില്ലാതെ, ഒരിക്കലും കള്ളം പറയാതെ, ഒരിക്കലും ആരോടും ദോഷം ചെയ്യാതെ അദ്ദേഹം സൂഫിസത്തിന്റെ ഏറ്റവും വലിയ നേതാവായി മാറി. ഒരിക്കൽ ഒരു സുൽത്താൻ അദ്ദേഹത്തെ കാണാൻ വന്നു. വിലപ്പെട്ട സമ്മാനങ്ങളുമായി അദ്ദേഹം എത്തിയപ്പോൾ ഹസ്രത്ത് പറഞ്ഞു, "എനിക്കിത് വേണ്ട, നീ ആ സമ്മാനങ്ങൾ ദരിദ്രർക്ക് കൊടുക്കുക." സുൽത്താൻ വിറച്ചു പറഞ്ഞു, "ഷേഖ്, നിങ്ങളെപ്പോലെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ദുനിയവിയായ ആഗ്രഹമൊന്നുമില്ല." അവസാന ദിനങ്ങൾ. വയസ്സായപ്പോൾ അദ്ദേഹം വളരെ ബലഹീനനായി. പക്ഷേ അവസാന നിമിഷം വരെ അദ്ദേഹം അല്ലാഹുവിന്റെ സ്മരണം വായിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്യാതെ തുടരുകയായിരുന്നു. ശിഷ്യന്മാർ അദ്ദേഹത്തോട് ചേർന്ന് ചോദിച്ചു, "ഷേഖ്, നിങ്ങളുടെ അവസാന ഉപദേശം എന്താണ്?" അദ്ദേഹം പറഞ്ഞു, "എപ്പോഴും സത്യത്തിൽ ഉറച്ചു നിൽക്കുക, അല്ലാഹുവിനെ ഓർക്കുക, ഒരിക്കലും ദോഷം ചെയ്യരുത്." അവസാനമായി അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് ഉച്ചരിച്ചുകൊണ്ട് ആത്മാവ് അല്ലാഹുവിനേക്ക് യാത്രയായി. അദ്ദേഹത്തിന്റെ വിടവാങ്ങലിനു ശേഷം മുഴുവൻ ബഗ്ദാദ് ജനങ്ങൾ കരഞ്ഞു. ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ ജനാസയിൽ പങ്കെടുത്തു. അദ്ദേഹത്തിന്റെ കബറിടം ഇന്നും ബഗ്ദാദിൽ സ്ഥിതി ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ ആദരിക്കുകയും അദ്ദേഹത്തിന്റെ പേരിൽ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പാഠം: സത്യസന്ധതയും ദൈവഭക്തിയും ജീവിതത്തെ മഹത്താക്കും. ദാനധർമ്മവും വിനയവും മനുഷ്യനെ ചരിത്രത്തിലേക്ക് ഉയർത്തും. അല്ലാഹുവിനോടുള്ള ഉറച്ച ബന്ധം മാത്രം മനുഷ്യനെ വിജയിയാക്കും.